വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ പണി എന്ന് പറഞ്ഞത് നമ്മുടെ ഷോപ്പിലെ പണികളൊക്കെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഷോപ്പ് തുറന്നൊക്കെ വെച്ചു കേട്ടോ. എല്ലാവരുടെയും ഓപ്പൺ ചെയ്ത് വെച്ചു. ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പം അതിൻ്റെ മുമ്പ് ഞാൻ ഇവിടെ വന്നു കേട്ടോ. ഇനി എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് രാവിലെ തന്നെ നേരത്തെ കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നോക്കിയപ്പോൾ മുഖമൊക്കെ ഫേസ് ആകെ ഡള്ളായ പോലെ ഇരുന്നു. അപ്പം ഞാൻ അലോവേര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ മുറിച്ചിട്ട് ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫേസ് ആകെ ഡള്ളായ പോലെ ഇരുന്നു. ഡാർക്ക് സ്പോട്ട്സൊക്കെ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഈയിടെയായിട്ട് പിമ്പിൾസ് നിറയെ വരുന്നുണ്ട് കേട്ടോ. ഇത്ര വർഷമായിട്ട് എനിക്ക് പിമ്പിൾസ് പറയുന്ന സംഭവം വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് 36 വയസ്സായിട്ടോ. ഇതിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു 5-6 മാസം പിടിച്ചാണ് പിമ്പിൾസ് വരാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് ഒരു പിമ്പിൾ പോലും ഒരു ചെറിയൊരു കുരു പോലും മുഖത്ത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു കേട്ടോ, ഒരു മുഖത്ത് ഒരു കൊത്ത് പോലും ഇല്ല, ഒരു കുരു പോലും ഇല്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് പകരമായിട്ട് 5-6 മാസമായിട്ടോ ഒരു കുരു വന്നു, പിന്നെ അത് പോയി, പിന്നെ അടുത്തത്, അങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഫേസിലൊക്കെ കവിളിലൊക്കെ അങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള റെമഡീസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നെന്തായാലും ഈ അലോവേര കൊണ്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലോവേര ജെല്ല് ഫേസിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫേസ് മസാജാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നല്ലതാട്ടോ. നമുക്കൊരു ഏജൊക്കെ എത്തുമ്പോൾ നമ്മുടെ ഫേസൊക്കെ, നമ്മുടെ കവിളൊക്കെ താഴത്തേക്ക് തൊങ്ങാനും പിന്നെ ചുളിവുകളൊക്കെ വരാനും സാധ്യതയുണ്ടല്ലോ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഡെയിലിയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ അതൊന്നും നടക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ അലോവേര ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്തു. പിന്നെ അതിന് ശേഷം കുറച്ച് പണികൾ എന്ന് പറയാൻ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. മോളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടില്ല കേട്ടോ. യൂണിഫോമൊന്നും വാഷിംഗ് മെഷീനിൽ ഇടില്ല. സാധാ അലക്കുന്ന വീട്ടിലിടുന്ന ഡ്രസ്സുകളും പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റോ പുതപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാറ്. പിന്നെ ഈ കളർ ഇളകുന്നതോ പിന്നെ മോളുടെ വൈറ്റാണ് കേട്ടോ യൂണിഫോം. അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ പുറത്താണ് അലക്കിയിടുന്നത്. അങ്ങനെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നോക്കുമ്പോണ്ട് മണി പ്ലാന്റിൻ്റെ അത് കണ്ടപ്പോൾ എനിക്ക് അത് താഴെ കണ്ടില്ല ഇങ്ങനെ പടർന്നിരിക്കണം. അപ്പോൾ അതൊന്ന് ആ തൂണിലേക്ക് അങ്ങോട്ട് ചേർത്ത് കെട്ടിവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസം അങ്ങനെ വിചാരിക്കണോ, പക്ഷെ ഇന്നാണ് ശരിക്കും ചെയ്യാൻ തോന്നിയത് കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ മണി പ്ലാന്റിൻ്റെ വള്ളിയൊന്ന് ആ തൂണിലോട്ട് അങ്ങോട്ട് ചേർത്ത് കെട്ടിവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ വളർന്ന് മേലോട്ട് ഇങ്ങനെ പോയിക്കൊള്ളുമല്ലോ എന്ന് കരുതിട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കയറും കൂടി കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ വളരും. നമ്മൾ ഈ വള്ളിച്ചെടികളൊക്കെ താഴത്തോട്ട് അങ്ങനെ പടരാൻ വിടാൻ പാടില്ല കേട്ടോ. മേലേക്ക് ഇങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ വിടണം. അപ്പോൾ ഞാനിതാ അങ്ങനെ ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വളരുമ്പോൾ അങ്ങനെ മേലേക്ക് പോയിക്കോളുമല്ലോ വിചാരിച്ചു. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചു വിട്ടു. പിന്നെ അതിന് ശേഷം അങ്ങനെ കുളിയും കഴിഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞു. ഇതൊരു നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. മോള് വാങ്ങിച്ചതാണ്, ബേബി ലിപ്സിൻ്റെ കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, കാറ്റുകാലൊക്കെ അല്ലേ, ചുണ്ടൊക്കെ വെടിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയാണ് കേട്ടത്. ബേബി ലിപ്സിൻ്റെയാണ് കേട്ടോ. അപ്പോൾ മോള് വാങ്ങിച്ചായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മോളും തന്നെ യൂസ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഫ്രഷായി മുടിയൊക്കെ ഒന്ന് കെട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ആ പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുക്കളയിൽ ഒന്ന് ഫുഡ് ഉച്ചയ്ക്കുള്ളതൊന്നും വെച്ചിട്ടില്ല. മോൾക്ക് കൊടുത്തയച്ചു. അവൾക്കുള്ളത് മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. ചോറ് മാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി അവൾക്ക് കൊടുത്തയക്കാൻ വേണ്ടി മാത്രമേ വെച്ചുള്ളൂ. ഇനി ഞങ്ങൾക്കുള്ളത് ഇനിയിപ്പോൾ വെക്കണം. അപ്പം അതിൻ്റെ മുമ്പ് നമ്മുടെ ഷോപ്പിൽ സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രണ്ടിലൊക്കെ എടുത്ത് വെക്കണമല്ലോ. അപ്പം അപ്പോഴേ നേരത്തെ തുറന്നു വെച്ചു. പക്ഷെ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ.
അപ്പോൾ ഫ്രണ്ടിൽ എടുത്ത് വെച്ചാലല്ലേ എന്താ പറയുക റോട്ടിൽ അങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ നമ്മുടെ കടയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഫ്രണ്ടിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ അടുപ്പുകളൊക്കെ ഇന്നലെ വന്നായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്നും അടുക്കി വെക്കണം. അതൊക്കെ ഇനി വൈകുന്നേരമായിട്ട് അടുക്കിയൊക്കെ വെക്കുള്ളൂ. അകത്ത് കയറ്റി വെക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിട്ടാൽ പിന്നെ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് അടച്ച് വെക്കേണ്ടി വരും. അപ്പോൾ എല്ലാം അങ്ങനെ മുറ്റത്ത് ഇടണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഇനി ഒതുക്കി അകത്തേക്ക് കയറ്റിയൊക്കെ എന്താ പറയുക അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ആ പണി ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു അരമണിക്കൂർ ആവും കേട്ടോ. അപ്പോൾ കണ്ണമ്മ ചേച്ചി അകത്തുണ്ട്, രാവിലത്തെ എന്താ പറയുക ചായ കുടിയും കഴിക്കലൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് അടുക്കളയല്ല ഷോപ്പിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി പോയിട്ട് വേണം അടുക്കളയിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോഴേക്കും കണ്ണമ്മച്ചി കഴിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഷോപ്പിലൊക്കെ ഒരാൾ വേണമല്ലോ ഇരിക്കാൻ, ആരെങ്കിലും കസ്റ്റമർ വരുമ്പോൾ നോക്കണ്ടേ. അപ്പോൾ ആരെങ്കിലും വന്നാൽ എന്നെ വിളിക്കും, അപ്പോൾ ഞാൻ വന്നാൽ മതിയല്ലോ. അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറി മുത്തശ്ശി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആയി വന്നിട്ട്. കണ്ണ് എന്താ പറയുക കണ്ണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് കുറേ മാസങ്ങളായിട്ട് വരാതിരുന്നത്. അപ്പം ഇന്ന് കുറച്ച് ചീരയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്ന ആള്. ചീര എന്ന് പറഞ്ഞാൽ പാലക്ക് ചീര കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. മുമ്പൊക്കെ പച്ചച്ചീര മറ്റേ സാധാ അതായിരുന്നു കൊണ്ടുവരുന്നത്. ഇന്ന് പാലക്ക് ചീരയാണ്, നന്നായിട്ടുണ്ടാവും വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞ് ഒരു 3-4 കെട്ട് എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരാൾ മാത്രമല്ലേ കഴിക്കുള്ളൂ ഇവിടെ. കണ്ണം ചേച്ചിയാണെങ്കിൽ കഴിക്കില്ല, മോളാണെങ്കിലും കഴിക്കില്ല. പിന്നെ നിർബന്ധിച്ചാൽ കുറച്ച് കഴിക്കും, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടി 3-4 കെട്ട് വാങ്ങിച്ച വേസ്റ്റ് ആവില്ലേ. അപ്പോൾ എന്നെ നിർബന്ധിച്ച് വാങ്ങിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചീര നിറയെ വാങ്ങിച്ച് കഴിക്ക്, കുട്ടിക്ക് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു 3 കെട്ട് വാങ്ങിച്ചു കേട്ടോ. ചെറിയ കെട്ടായിരുന്നു, അപ്പോൾ 3 കെട്ട് വാങ്ങിച്ചു. പാലക്ക് ചീര വാങ്ങിച്ചത് കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പം എങ്ങനെയുണ്ടെന്നും കൂടി അറിയാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ പച്ചക്കറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഇടിച്ചക്കയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിയില്ല. ഞാൻ ഈ ചീര മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ആ ചാക്കിലാണെങ്കിൽ ഫുൾ ചീരയായിരുന്നു കേട്ടോ. നെന്മാറയാണ് കേട്ടോ ഈ മുത്തശ്ശിയുടെ വീട്. നെന്മാറയിൽ നിന്ന് ബസ്സിൽ സാധനങ്ങളൊക്കെ ഏറ്റിട്ട് വരും. പിന്നെ പുതുനഗരത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ഉള്ളിലൊക്കെ വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അകത്തേക്കൊക്കെ തലയിലേറ്റിയിട്ട് എല്ലാവിടെയും പോയി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ പുതുനഗരത്ത് കുറേ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഇവിടെ എത്തി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കുറേ വീടുകളുണ്ട്, അവിടെയൊക്കെ കറങ്ങി സാധനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ബസ് കയറി പോകും കേട്ടോ. അവിടെ വന്നാൽ കുറച്ച് നേരം ഇരിക്കും, കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് മെല്ലെ പോവുള്ളൂ. ഈ മുത്തശ്ശി വന്നാൽ പിന്നെ സംസാരിച്ച് കുറേ സമയമായിട്ട് പോകാൻ. എനിക്കാണെങ്കിൽ അടുക്കളയിൽ നിറയെ പണിയുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പോയിട്ട് വേണം ഇനി അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. വന്നാൽ പിന്നെ കുറേ ദിവസം എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ എന്നോട് പറയും കേട്ടോ. വരുന്ന വഴിയിൽ എന്തൊക്കെയാണ് കണ്ടു, ആരൊക്കെ കണ്ടു, എന്തൊക്കെ കൊടുത്തു, അതൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിൽ എല്ലാവരും എന്ത് ചെയ്യണു, ഏട്ടനെപ്പോൾ വരും, എല്ലാ വിശേഷങ്ങളും ചോദിക്കും കേട്ടോ. മോളിനെ കുറിച്ച്, മോൾ എന്ത് ചെയ്യണു, മോൾ എത്രയിൽ പഠിക്കണ, അങ്ങനെ എല്ലാം ചോദിക്കും. അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് പോവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതെല്ലാം ചാക്കൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ചട്ടിയൊക്കെ വാങ്ങിയിട്ട് പോകും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചട്ടി. അപ്പം ഞാൻ പച്ചക്കറി വാങ്ങിക്കും, മുത്തശ്ശി ചട്ടിയും വാങ്ങിക്കും കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ 2-3 മാസം മുത്തശ്ശി വരാതിരുന്നത് കൊണ്ട് തന്നെ ഏട്ടൻ പിന്നെ ആഴ്ചയിലൊരിക്കൽ പച്ചക്കറിയൊക്കെ ഒരാഴ്ചക്കുള്ളത് വാങ്ങിച്ച് തരികയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരാഴ്ചക്കുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചക്കറിയൊന്നും അധികം വാങ്ങിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചീര മാത്രം വാങ്ങിയത്. അപ്പോൾ ഇനി വരുമ്പോൾ എന്തായാലും നിറയെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതാ മുത്തശ്ശി പോവാനായിട്ടാണ് ഇതാ നടന്നു പോകണു കേട്ടോ. അവിടെ കുറേ വീടുകളുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ബസ് കയറാമെന്ന് പറഞ്ഞിട്ട് അതാ പോവാണ് കേട്ടോ. ഇനി പോയിട്ട് വേണം എനിക്ക് അടുക്കളയിൽ പോയി ഉച്ചയ്ക്കുള്ളത് വെക്കാനായിട്ട്. അപ്പം ഇന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചീര എന്തായാലും ഇന്ന് വെക്കുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി രസമാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രസം വെക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, മല്ലിയില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ജീരകം കുരുമുളകൊന്നും ഇടാത്തൊരു രസമാണ് കേട്ടോ.
വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ശരിക്കും കുരുമുളകും ജീരകമൊക്കെ ഇടാം, പക്ഷെ ഞാനിന്ന് എടുത്തില്ല കേട്ടോ. ഞാനതൊന്നും ഇടാണ്ടുള്ളൊരു രസമാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് താളിച്ചു. ഇനി കുറച്ച് കായപ്പൊടിയൊക്കെ വേണം കേട്ടോ അതിൽ. കായപ്പൊടി ഉലുവപ്പൊടി എല്ലാം വേണം. അപ്പോൾ നല്ല അടിപൊളി മണമായിരിക്കും കേട്ടോ. അപ്പോൾ പുളിയൊക്കെ ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല അടിപൊളി നല്ല മണമുള്ളൊരു അടിപൊളി രസമാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു രസമാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ സാധാ രസം വെക്കുമ്പോൾ കുരുമുളകും ജീരകമൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇഞ്ചി ഇടാറില്ല, വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൊരു സ്പെഷ്യൽ രസമാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഉലുവപ്പൊടിയാണ് കേട്ടോ, വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു മണം വരും കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് ഇതെല്ലാം നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഇട്ടാലും മതി കേട്ടോ, ഞാൻ 3 എടുത്തു. അങ്ങനെ ഇതെല്ലാം നമ്മൾ അരിഞ്ഞു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. നന്നായി ഉടഞ്ഞ് വരുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നന്നായി വഴറ്റി ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ അടച്ച് വെച്ചപ്പോൾ അതങ്ങനെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ രസത്തിന്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ മണവും അതുപോലെ തന്നെ തക്കാളിയുടെ ടേസ്റ്റും എല്ലാം കൂടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്ന് രസവും നല്ല മുള്ളൻ വറുത്തതുമാണ് കേട്ടോ. ഉണക്ക മുള്ളനില്ലേ, ഉണങ്ങിയ മുള്ളൻ മീനാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തതുമാണ്. അപ്പോൾ അത് നമ്മുടെ രസത്തിലേക്ക് ഒരു ടേസ്റ്റിനായിട്ട് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മധുരം ചെറുതായിട്ട് കേട്ടോ, ഒരുപാടല്ല, ചെറുതായിട്ടൊരു മധുരം കൂടി ഉണ്ടെങ്കിൽ രസം ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നന്നായി തിളച്ച് വന്നാൽ രസം റെഡിയായി കേട്ടോ. മുള്ളൻ മീനും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണക്കമുള്ളൻ കേട്ടോ. കുറേ ആയിട്ടോ ഉണക്കമീനൊക്കെ വാങ്ങിച്ചിട്ട്, എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കും. അപ്പം ഇന്ന് രസമല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഉണക്കമീൻ മുള്ളനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കടയിൽ. അല്ലെങ്കിൽ ഞാൻ നങ്കിമീനാണ് വാങ്ങിക്കാറ്, മാന്തൽ എന്നൊക്കെ പറയില്ലേ, അതാണ് വാങ്ങിക്കുക. അപ്പം അതില്ലാത്തതുകൊണ്ട് മുള്ളൻ ഉണ്ടായിരുന്നു, അപ്പം ഞാനത് വാങ്ങിച്ചു കേട്ടോ. അപ്പം ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണാണ് കേട്ടോ. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, രസമുണ്ട്, പിന്നെ മുള്ളൻ മീനുണ്ട്, പിന്നെ ചെറുപയർ ഉപ്പേരിയുണ്ട് കേട്ടോ. മോൾക്ക് രാവിലെ ഇതാണ് കൊടുത്തയച്ചത്. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് ഉപ്പേരി വെച്ചുള്ളൂ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോഴേ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് മാത്രമേ ഉപ്പേരി വെച്ചുള്ളൂ എന്ന്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ്, പക്ഷേ ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ അല്ലേ, അപ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ഉച്ചയ്ക്ക് എല്ലാവർക്കും ചേർത്തിട്ടായിരുന്നു ഞാൻ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറുപയർ ഉപ്പേരിയും മുള്ളമീൻ വറുത്തതും പിന്നെ രസം പിന്നെ കുറച്ച് മാങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇന്നത്തെ ഉച്ചയൂണ് അടിപൊളിയായിട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഉച്ചയൂണാണ്. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രസവും പിന്നെ അതുപോലെ തന്നെ ഉണക്കമീൻ വറുത്തതും ചെറുപയറുപ്പേരിയും കൂടി അടിപൊളിയായിരുന്നു. അങ്ങനെ അതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ അപ്പം തന്നെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഇത് വന്നിട്ട് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഉറങ്ങിയാലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. അതങ്ങനെ ശീലിച്ചു പോയി. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ അതിന് ശേഷം ഇതാ അടിച്ചൊന്ന് തുടയ്ക്കാൻ വിചാരിച്ചു. എപ്പോഴും ഞാൻ വൈകുന്നേരമാണ് കേട്ടോ അടിച്ചു വാരി തുടയ്ക്കാറ്. അങ്ങനെ ഇതാ എല്ലാം അവിടെ ഒന്ന് അടിച്ചു വിടുന്നുണ്ട്. ഇനി ഒന്ന് തുടച്ചു വിട്ടാൽ പണിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ വൈകുന്നേരം ഇനിയിപ്പോൾ പാലൊക്കെ വരാൻ 5 മണിയാവും. പിന്നെ മോള് സ്കൂൾ വിട്ട് വരാൻ 5:45 അവൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ മുഖമൊക്കെ കഴുകാൻ കേട്ടോ. മുഖമൊക്കെ കഴുകി ഫ്രഷായി. ഇനി പാൽക്കാരൻ വരെ 5:10 ആവും, 5:15 5:10 ആവും കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് വേണം ഇനിയിപ്പോൾ ചായയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഒരു ചായയും കൂടി കുടിച്ചാൽ ഉഷാറായിട്ടോ. ഭയങ്കര ടയേർഡായി. പിന്നെ ഒരു ചായ കുടിച്ചാലേ ഉഷാറാവുള്ളൂ കേട്ടോ. ഞാൻ ദിവസമൊന്നും വൈകുന്നേരം ചായ കുടിക്കാറില്ല കേട്ടോ. ചിലപ്പോഴേ ചായ കുടിക്കുള്ളൂ, ചിലപ്പോൾ പാൽ ചായയൊക്കെയാണ് കുടിക്കാറ്. അപ്പോൾ ഇന്നെന്തായാലും ചായ കുടിക്കാൻ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഇന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു.
അപ്പോൾ അതാ പാലൊക്കെ വന്നു, ചായ വെച്ചു, പിന്നെ അതാ ചിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയുടെ കൂടെ നമുക്കിന്ന് ചിപ്സ് ഉണ്ട്. SNR ചിപ്സാണ് കേട്ടോ. ആലത്തൂർ ഫേമസ് ആയിട്ടുള്ളൊരു ചിപ്സ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് SNR ചിപ്സ്. ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ആ ചിപ്സും ചായയും കൂടി കഴിച്ചു. പിന്നെ അതാ നമ്മുടെ കുറുമ്പിപ്പാറും അപ്പൂസും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൂസാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്താൽ പിന്നെ അവൻ എന്നെ വെറുതെ ഓരോന്ന് ഇതാക്കിയിട്ട് കണ്ടില്ലേ, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവൻ എടുത്താൽ അടിപൊളിയായിട്ട് കാണിക്കടാ, എന്തെങ്കിലും സംസാരിക്കടാ പറഞ്ഞാൽ അവനിങ്ങനെ കോപ്പറേറ്റീവൊക്കെ കാണിക്കുള്ളൂ കേട്ടോ. കണ്ടില്ലേ, മങ്കി പോലെ കാണിക്കണം അപ്പൂസ്. കുറുമ്പിപ്പാറുവാണെങ്കിൽ അവൾ പിന്നെ എന്ത് പറഞ്ഞാലും കേൾക്കും കേട്ടോ. വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും അതുപോലെ തന്നെ പാട്ട് പാടാൻ പറഞ്ഞാലും ഡാൻസ് ചെയ്യാൻ പറഞ്ഞാലും ഒക്കെ ചെയ്യും കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അപ്പൂസ് അങ്ങനെയല്ല കേട്ടോ, അവൻ ഭയങ്കര വില്ലനാണ്. നമ്മൾ പറഞ്ഞത് കേൾക്കും, പക്ഷെ അവങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ കോപ്പറേറ്റൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ. മോളാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് അതാ അവൾ ഫുഡ് കഴിക്കുകയാണ്. കുറുമ്പിപ്പാറ് നല്ല വർത്താനാണ് കേട്ടോ. അവൾ ഭയങ്കര എന്താ പറയുക, നല്ല ആക്റ്റീവാണ്. നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കും കേട്ടോ കുറുമ്പിപ്പാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതാ കണ്ടില്ലേ കുറുമ്പിപ്പാറ് ചേട്ടന് വാരി കൊടുക്കുന്നത്. അവൾക്ക് ഭയങ്കര ഒരു നല്ല കെയറിങ് ആണ് കേട്ടോ. ഏട്ടൻ എന്ന് പറഞ്ഞാൽ നോക്കിയിൽ വാരി കൊടുക്കണം, എന്തുണ്ടെങ്കിലും ഏട്ടന് ആദ്യം കൊടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.